നമസ്കാരം. പരാജയത്തിന്റെ അരികിലെത്തിയിട്ടും CPM നേതാക്കൾ പഠിച്ചിട്ടില്ല. തെറ്റിനെ തെറ്റായി കണ്ട് അത് തുറന്നു പറയുന്നതിനേക്കാൾ തെറ്റ് ചെയ്യുന്നവരെ എപ്പോഴും കൂടെ നിർത്താനാണ് ഇക്കൂട്ടർക്ക് ഇഷ്ടം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ തല പോയാലും തിരുത്തൽ നടപടി സാധ്യമാകാത്ത ഒരു കൂട്ടരായി മാറുകയാണ് സഖാക്കന്മാരെന്ന് ചുരുക്കം. എന്തായാലും ഇതിവിടെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സഹപ്രവർത്തകയ്ക്ക് നേരെ പീഡന ശ്രമ കേസിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം CPM അഭിഭാഷകനായ നേതാവിന് സംരക്ഷണം ഒരുക്കുന്നു CPM എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതുകൊണ്ടാണ്. വേണമെങ്കിൽ ഈ വിഷയത്തിൽ CPMന് പാർട്ടിക്ക് ഇടപെടാതിരിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ചെയ്തതാകട്ടെ നാണക്കേട് വരുത്തുന്ന ഒരു തീരുമാനം, അതായത് ഈ തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കുന്ന തീരുമാനം. ഇതിപ്പോ തിരുത്തൽ നടപടി ഞങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. എന്തായാലും ജൂനിയർ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അഭിഭാഷകനായ നേതാവിന് CPM സംരക്ഷണം ഒരുക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM കൊല്ലം ഏരിയ കമ്മിറ്റിയിലാണ് നേതാവിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി ഇക്ബാൽ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ അഡ്വക്കേറ്റ് AK സവാദ് എന്നിവരാണ് നേതാവിന് വേണ്ടി കൂടുതലായി വാദിച്ചിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷകർ നൽകിയ പരാതിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം, CITU ജില്ലാ സെക്രട്ടറി, CITU ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, FCI ഇടത് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഭാരവാഹിത്വം വഹിക്കുന്ന കൊല്ലം കച്ചേരി TD നഗർ 33 അഡ്വക്കേറ്റ് E ഷാനവാസ് ഖാനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊല്ലം വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നത്. ക്രൈം നമ്പർ 664/2024 രജിസ്റ്റർ ചെയ്ത കേസിൽ സ്ത്രീ പീഡനവും ഉപവകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കില്ല. കേസെടുക്കുന്നതിന് പിന്നാലെ നേതാവ് ഒളിവിലാണ്. അതേസമയം ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വനിതാ അവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് 10 മണിക്ക് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. CPM നേതാക്കളുടെ സംരക്ഷണത്തിലാണ് ഷാനവാസ് ഖാൻ ഇപ്പോൾ ഉള്ളതെന്നതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. പോലീസ് അറസ്റ്റ് ചെയ്യാത്തതും അയാൾ രക്ഷപ്പെടുന്നതും ഇതുകൊണ്ടാണെന്ന് പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 14-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഡോക്യുമെന്റിൽ നോട്ടറി ഒപ്പുവാങ്ങുന്നതിനാണ് അഭിഭാഷക CPM നേതാവിന്റെ വീട്ടിലെത്തിയത്. ഒപ്പിട്ട ശേഷം നേതാവ് കടന്നുപിടിക്കുകയായിരുന്നുവെന്ന് അവർ പറയുന്നു. ഭയന്ന അഭിഭാഷക കുതറിയോടി വീടിന് പുറത്തെത്തി ഭർത്താവിന് വിവരം അറിയിക്കുകയും പിന്നീട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകുകയുമായിരുന്നു. എന്നാൽ CPM നേതൃത്വത്തിൽ ഇടപെടലിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് വിവരം. ഉന്നതതല ഒത്തുതീർക്കലിനാണ് ആദ്യം ശ്രമം നടത്തിയത്. അങ്ങനെ ആ ശ്രമം നടക്കാതിരുന്നതിന്റെ ഭാഗമായി അഭിഭാഷക പരാതിയുമായി മുന്നോട്ട് പോകുകയായിരുന്നു. നേതാവിനെതിരെ സമാനമായിട്ടുള്ള പരാതി നേരത്തെയും ഉയർന്നിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ഇതെല്ലാം പാർട്ടി ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനിടെ ഷാനവാസ് ഖാന്റെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിയ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ മകൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ജൂനിയർ അഭിഭാഷകയെ വീടിനുള്ളിൽ വെച്ചാണ് ഷാനവാസ് ഖാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതേ തുടർന്ന് പോലീസ് വീട്ടിലെത്തി. എന്നാൽ വീടിനകത്തേക്ക് പോലീസ് കയറാൻ പാടില്ല എന്ന് മകൻ പറയുന്നു. പരാതിക്കാരി അടക്കമുള്ളവരെ അസഭ്യം വിളിച്ചു. തുടർന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാകാതെ പോലീസ് മടങ്ങി. കൃത്യ നിർവഹണം നടത്തിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് ഇവിടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് ഖാൻ എന്നത് ഇവിടെ അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് പ്രതിക്ക് അനുകൂലമായ സമീപനം പോലീസ് സ്വീകരിക്കാത്തത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത്.